ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന കൺസിസ്റ്ററിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാൾ, സീറോ മലബാർ സഭയുടെ അഭിമാനമായ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിൽ പിതാവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ചും അദ്ദേഹം സഭയെക്കുറിച്ച് കാണുന്ന വലിയ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും നമുക്കിന്ന് ചോദിച്ചറിയാം. വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെക്കേനോടൊപ്പം ഇത്രയും സമയം പങ്കിടുവാൻ വേണ്ടി പിതാവ് നൽകുന്ന ഈ ഒരു അവസരത്തിന് ഒരുപാട് നന്ദി. പിതാവിനെ കുറിച്ച് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, പിതാവ് പുരോഹിതനാകുന്ന ഒരു സമയത്ത് കർദിനാൾ തിരുസംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? ഞാൻ സെമിനാരിയിൽ ചേരുമ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇടവകളിലിരുന്ന് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യം അവരുള്ള ആ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കർദിനാളാവുക എന്നുള്ളൊരു ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടുള്ളൊരു കാര്യമില്ല. അതിനോടൊരു സാധ്യത ഉണ്ടാവുന്ന ജീവിതത്തിൽ ഓർത്തതല്ല. അപ്പം അതുകൊണ്ട് തന്നെ വത്തിക്കാൻ്റെ നയതന്ത്ര ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിമന്യ ഭൗതിപിതാവ് എന്നെ വിട്ടപ്പോഴും ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ ആ ആധ്യാത്മിക ജീവിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ളൊരു മാർപ്പാപ്പയുടെ അടുത്ത് എത്തി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യമായി എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം വളരെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പ്രകാരമുള്ളൊരു ദൈവ നിയോഗം വരുന്നത്. ഞാനത് പല അവസരങ്ങളും പറഞ്ഞതുപോലെ എൻ്റെ പരിപൂർണമായ വിശ്വാസം അത് ഈശോയുടെ കൃപയാണ്. പക്ഷേ അത് പാവപ്പെട്ടവരുടെ കണ്ണുനീരിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടവക വികാരിയായി അല്ലെങ്കിൽ ഒരു ഡയസിസൻ പ്രീസ്റ്റ് ആയിരുന്ന അച്ഛൻ ഒടുവില് ഡിപ്ലോമാറ്റിക് കോറിലെത്തി, കർദിനാളായി, ഇപ്പൊ ഒരു ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ആയി. ആ യാത്ര വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു പൗത്തിൽ പിതാവ് എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് കോറിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്? ഞാൻ സെമിനാരിക്കാരനായിട്ട് തന്നെ അവിടെ റോമിൽ പഠിക്കുന്ന അവസരത്തിലാണ് അഭിമന്യ പൗതി പിതാവ് ഇപ്രകാരം ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞത്. കാരണം പിതാവ് പറഞ്ഞിരുന്നു, നമുക്ക് അധികം പേരിങ്ങനെ വത്തിക്കാൻ്റെ നയതന്ത്ര ശുശ്രൂഷയിലില്ല, അതുകൊണ്ട് ഇപ്രകാരം ഒരു സാധ്യതയുണ്ട്, അതത്ര എളുപ്പമല്ല, പരിശ്രമിക്കാം, ലഭിച്ചില്ലെങ്കിൽ തിരികെ വന്ന് ഇടവകയിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു പിതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം എനിക്കങ്ങനെ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ ശുശ്രൂഷയ്ക്കുള്ള അവസരം ലഭിച്ചു. പിന്നീട് 5 രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഈ മറ്റ് രാജ്യങ്ങളിൽ പോലുള്ള ഒരു ശുശ്രൂഷയല്ല വത്തിക്കാൻ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്നത്. അതായത് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ സ്നേഹവും ശ്രദ്ധയും ഓരോ രാഷ്ട്രങ്ങളിലും അതാത് സഭകളിലേക്ക് നൽകുകയും തിരികെ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും നന്മയും ഒക്കെ തിരികെ മാർപ്പാപ്പയ്ക്കും അറിയിക്കുക, മാർപ്പാപ്പയ്ക്ക് നൽകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് വത്തിക്കാൻ്റെ എംബസികൾ എന്ന് പറയുന്ന അപ്പസ്തോലിക് നുൻഷിയേറ്റുകളുള്ളത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദൗത്യങ്ങളാണ്. നമ്മളൊരു ഡിപ്ലോമാറ്റാണ്, അതേസമയം തന്നെ നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ കൂടിയാണ്, അല്ലെങ്കിൽ മെത്രാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ രാജ്യങ്ങളിൽ പ്രതിസന്ധികളുള്ള നാടുകളിൽ നമുക്ക് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി, അവിടെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഉള്ള അവസരങ്ങൾ നൽകിയ വലിയൊരു ശുശ്രൂഷയുടെ ഒരു അനുഭവമായിരുന്നു ഈ നയതന്ത്ര കാര്യാലയങ്ങളിലുള്ള ശുശ്രൂഷ. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഉള്ള ശുശ്രൂഷ ഇതിൻ്റെ വീണ്ടുമുള്ള ഒരു തുടർച്ചയായിരുന്നു. കാരണം യാത്രകൾ ഒരുക്കുക എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഈ 2 ഭാവങ്ങളുമുണ്ട്. അതായത് നമ്മൾ രാഷ്ട്രത്തലവന്മാരുടെ അടുത്തും അതുപോലെ തന്നെ അതാത് പ്രാദേശിക സഭകളിലുമുള്ള മെത്രാൻ സംഘവുമായിട്ട് ആലോചിച്ച് വേണമായിരുന്നു യാത്രകൾ ഒരുക്കുവാനും എല്ലാം. അപ്പം അപ്രകാരമുള്ള ഒരു ശുശ്രൂഷ വഴിയായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ സെമിനാരിയിൽ കയറിയെങ്കിലും അതിൻ്റെ ഔന്നത്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ, വ്യക്തിപരമായിട്ട് ജീവിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒത്തും പിന്നീട് പിതാവിൻ്റെ യാത്രകൾ ഒരുക്കിയും എല്ലാം സാധിച്ചു എന്നത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്.
ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പവും ഇപ്പോൾ ലിയോ പാപ്പയോടൊപ്പവും സേവനം ചെയ്യുവാൻ അവരുടെ രണ്ടുപേരുടെയും ഒരു നേതൃത്വവും അജപാലനം വളരെ അടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ രണ്ടുപേരിലും കാണുന്ന ഒരു വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശൈലികളിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ സാമ്യങ്ങളും എന്തൊക്കെയാണെന്നാണ് പിതാവിന് തോന്നുന്നത്? ഓരോ കാലഘട്ടത്തിലും ദൈവം സഭയ്ക്കും ലോകത്തിനും അനുയോജ്യനായിട്ടുള്ള ഇടയന്മാരെ നൽകുന്നതിൻ്റെ വലിയ തെളിവാണ്. നമ്മൾ ഓർത്തു നോക്കിയേ, നമ്മൾ ജീവിച്ച കാലഘട്ടം കോവിഡിൻ്റെ കാലഘട്ടം. നമ്മൾ മറ്റൊരാൾ നമുക്ക് ശത്രുവായിട്ട് കണ്ടിരുന്ന ഒരു കാലം, മറ്റൊരാൾ എനിക്ക് വൈറസ് നൽകി എന്നെ അപായപ്പെടുത്താമെന്ന് ചിന്തിച്ചിരുന്ന കാലം, ദൂരം പാലിക്കണം എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പോലും തൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും ഒന്നും വകവയ്ക്കാതെ എപ്പോഴും ആളുകളെ സ്വീകരിക്കുകയും അവരോടൊത്തായിരിക്കുകയും അവർക്ക് പിതാവ് സാന്തമാർത്തയിലെ പരിശുദ്ധാത്മ നാമധേയത്തിലുള്ള ദൈവാലയത്തിൽ ഓൺലൈൻ വിശുദ്ധ ബലി ആരംഭിക്കുകയും എല്ലാം ചെയ്ത് മിശിഹായുടെ കാരുണ്യവും സ്നേഹവും ഒക്കെ പകർന്നു കൊടുക്കുവാനായിട്ട് സാമീപ്യം പിതാവ് ജീവിച്ച ഒരു വ്യക്തിത്വമായി. നമ്മൾ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് അടുത്ത് ശുശ്രൂഷ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. പിതാവിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ ഉത്തിതനായ മിശിഹായുടെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് സമാധാനം നിങ്ങളോട്. നമ്മൾ ഇന്നത്തെ ലോകത്തിൽ നോക്കിയേ, അസമാധാനത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും യുദ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലിയോ 14 മാർപ്പാപ്പയെയാണ് ലോകരാഷ്ട്രങ്ങളും മറ്റു മതസ്ഥരും എല്ലാം ഉറ്റുനോക്കുന്നത്. പിതാവ് അധികമൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ധാരാളം ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിതാവിന് ഇങ്ങോട്ട് പറയാൻ ഒരു തിടുക്കവും. എല്ലാവരും സംസാരിക്കുന്ന ഒരു ലോകത്ത് ശാന്തതയോടെ ശ്രവിക്കുന്ന ഒരു വലിയ മാതൃക പിതാവ്. അപ്പോൾ അതേസമയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ പിതാവ് ലാളിത്യത്തോടെ ജീവിക്കുന്നു. പിതാവ് സംലഭ്യനാണ്, എല്ലാവർക്കും സംലഭ്യനായ ഒരു പിതാവ്. അതേസമയം തന്നെ വളരെ കൃത്യതയോട് പിതാവിൻ്റെ പ്രസംഗങ്ങളും എല്ലാം നേരത്തെ തയ്യാറാക്കി എല്ലാം ക്രമത്തോടും ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പിതാവിൻ്റെ. ലിയോ പാപ്പ നമ്മുടെ മാർപ്പാപ്പയായിട്ട് അഭിഷിക്തനായതിനു ശേഷം, തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അധികം വൈകാതെ തന്നെ ഡിജിറ്റൽ മിഷണറിമാരുടെ ഒരു ജൂബിലി ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് ഇന്നത്തെ ലോകത്ത് ഡിജിറ്റൽ മിഷണറിമാരുടെ സാധ്യത വളരെയേറെ സ്വപ്നം കണ്ട രണ്ട് വ്യക്തികളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും പിന്നീട് ഇപ്പോൾ നമ്മളെ നയിക്കുന്ന ലിയോ 14 പാപ്പയും. പിതാവിന്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മുടെ അൽമായരും, പ്രത്യേകിച്ച് അൽമായ നേതൃത്വത്തിൽ നടക്കുന്ന ഷെക്കീന പോലെ അല്ലെങ്കിൽ ST ന്യൂസ് പോലെയുള്ള മാധ്യമ സംരംഭങ്ങളും അതുപോലെ വ്യക്തികളും ഒക്കെ മീഡിയയിലൂടെ എങ്ങനെ ഇവാഞ്ചലൈസേഷൻ നടത്താൻ സാധിക്കും? യുവാക്കൾക്കും ഇതുപോലെയുള്ള മാധ്യമ സംരംഭകർക്കും പിതാവിന് നൽകാനുള്ള സന്ദേശം എന്താണ്? നമ്മൾ വളരെ ഹൃദ്യമായ ഒരു ചോദ്യമാണത്. കാരണം ലിയോ 14 മാർപ്പാപ്പ തൻ്റെ പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം പോലും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധി ഇന്ന് ലോകത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും പ്രതിസന്ധികളും അതിനെ കേന്ദ്രീകരിച്ചാണ് പിതാവ് ആ സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ധ്യാനിച്ചുകൊണ്ടാണ് പിതാവ് ലിയോ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് തന്നെ. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രത്യേകം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ താല്പര്യം നമുക്കറിയാമായിരുന്നൊരു കാര്യമാണ് എല്ലായ്പ്പോഴും. എന്താണെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഷെക്കീന TV അതുപോലെ തന്നെ മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വളരെയേറെ പ്രാധാന്യം അറിയും. കാരണം നമുക്ക് സത്യം എന്താണ് എന്നറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനേയും നമുക്ക് ഇഷ്ടാനുസരണം വളച്ചൊടിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം. നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ നിമിഷ നേരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തിനേയും വളച്ചൊടിക്കാനായിട്ട് സാധിക്കും. കാണുന്ന ദൃശ്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നത് സ്വരം പോലും നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ സത്യമാണ്, സത്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്.
അതാണ് ഷെക്കീന ന്യൂസിനെ പോലുള്ള ആ, നിങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ദൗത്യത്തിന്റെ മഹനീയത. പിതാവിന്റെ മറ്റൊരു ഉത്തരവാദിത്വം എന്നുള്ളത് ഡിക്കാസ്ട്രി ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ പ്രീഫെക്ട് ആയിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ലോകത്ത് മതാന്തര സംവാദത്തിന്, മതേതര സംവാദത്തിനുള്ള ഒരു പ്രാധാന്യം, അതിലൂടെ എങ്ങനെ നമുക്ക് കൂടുതൽ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം സാധ്യമാക്കാം, അതേക്കുറിച്ച് പിതാവിന്റെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മള് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ലോകത്തിന്റെ ജനസംഖ്യയിൽ നല്ലൊരു പങ്കും. നമ്മള് ക്രിസ്തു മതവും ഇസ്ലാം മതവും മാത്രം എടുത്തു കഴിഞ്ഞാൽ അവര് ലോക ജനസംഖ്യയുടെ പകുതിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികള് തങ്ങളുടെ വിശ്വാസം അവരുടെ വിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ സമൂഹത്തിൽ, ലോകത്തിൽ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ മതാന്തര സംവാദം എന്ന് പറയുന്നത്. ഓരോ മതങ്ങളിലും അവരിലെ നന്മ ഏറ്റവും ശ്രേഷ്ഠമായത് തിന്മകളെ എതിർക്കുകയും, അപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ആകർഷണീയമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ സുവിശേഷത്തിൻ്റെ സന്തോഷം നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ സാക്ഷ്യത്തിലൂടെയും ലോകത്തിലും മറ്റു മതസ്ഥരുടെ മുമ്പിലും അവതരിപ്പിക്കുക എന്നുള്ള വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൗത്യമാണുള്ളത്. പലപ്പോഴും ഈ മതാന്തര സംവാദത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയായ ഒരു കാര്യമല്ല. മതാന്തര സംവാദത്തിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പല മേഖലകളുണ്ട്. നമ്മുടെ മനുഷ്യാവകാശം, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുകയും. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമുക്കുള്ളൊരു കാര്യം, മറ്റ് പല ആളുകളും, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ മതവികാരങ്ങളെ വളച്ചൊടിച്ച് അത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ നന്മയ്ക്ക് നല്ല സ്നേഹബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ്. നമ്മളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് ഒരുമിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നന്മ ചെയ്യുക എന്നുള്ള ശ്രേഷ്ഠമായ ദൗത്യമാണ് മതാന്തര സംവാദത്തിലൂടെ നിർവഹിക്കാറുള്ളത്. വളരെ സംക്ഷിപ്തമായ വാക്കുകളിലെ പിതാവിന്റെ ഒരു വളർന്നു വന്ന കാലഘട്ടത്തെ കുറിച്ചും സെമിനാരി ജീവിതത്തെ കുറിച്ചും, പിതാവിന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു പാവങ്ങളെ സഹായിക്കണമെന്ന സ്വപ്നം കണ്ടിരുന്ന ആ ഒരു സെമിനാരി കാലഘട്ടത്തിൽ ബ്രദറിനെ കുറിച്ചും അങ്ങനത്തെയുള്ള കാര്യങ്ങളും ഇപ്പോൾ പിതാവിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ ഷെക്കീനയോട് പങ്കുവച്ചതിന് ഷെക്കീന പ്രേക്ഷകർക്കും വ്യക്തിപരമായി എനിക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് പിതാവേ.